അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നല്ല സുഖം തന്നെയല്ല? നമുക്കും നല്ല സുഖം, അൽഹംദുലില്ലാഹ്. നമ്മളെ മുഹറം 9, 10 നോമ്പെല്ലാം എല്ലാവരും കഴിഞ്ഞല്ലേ? നമ്മളത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മള് മുഹറം 10 നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഒന്ന് ഇതിൽ കേട്ടോ. നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം. ആര് വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യലില്ല, മറന്നു വീഡിയോ ലാസ്റ്റ് ആകും. അതുകൊണ്ട് ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിന്ന് നോമ്പ് തുറക്കാൻ പിന്നെ ഉണ്ടാക്കിയ പലഹാരം ബോണ്ട, കായ്ക്കുംസി, പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ ഇവിടെ നല്ല ചൂടാണല്ലോ. പിന്നെ ജ്യൂസ്, സൂപ്പ്, ഇങ്ങനെയാണ്. സൂപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട് കേട്ടോ. സൂപ്പിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് റംസാൻ മാസത്തിൽ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് പഴയ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. എന്നിട്ട് ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. ഞാനിവിടെ കായ്ക്കുംസി ഇപ്പം ഉണ്ടാക്കുന്നത്. കായ്ക്കുംസി ഉണ്ടാക്കാൻ കുറച്ചാൾക്കൊന്നും അറിയില്ല, അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ നമ്മൾ സാധാരണ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ പഴത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പഴത്തിന് 2 മുട്ടയും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കായ്ക്കുംസി ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചസാര കൂടിപ്പോകാനേ പാടില്ല. കുറഞ്ഞു പോയാൽ പ്രശ്നമില്ല, കുറച്ച് മധുരം കുറയുന്നുള്ളൂ. പക്ഷെ കൂടിപ്പോയാലെന്നെങ്കിൽ നമ്മൾ ഈ കായ്ക്കുംസി പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ തണുത്താലെങ്കിൽ കട്ട് ചെയ്തെടുക്കാനോ എല്ലാം ഭയങ്കര വിഷമമായിരിക്കും, പൊടിഞ്ഞു പോകും. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് പിന്നെ പഞ്ചസാര കൂടിപ്പോകാൻ പാടില്ല. ഒരു പഴത്തിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 മുട്ട, ആ കണക്കിനാണ് ഞാനിവിടെ. പഞ്ചസാര മുട്ടയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പഴം പഴുത്തതാണെങ്കിൽ ഒന്ന് ഗീയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി, ഞാൻ ഉണക്കമുന്തിരിങ്ങയും കൂടെ അതിൻ്റെ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്, ചൂടാക്കിയെടുക്കുക. പഴുത്തിട്ടില്ലെങ്കിൽ കുറച്ചധികം ഗീയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലും അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്കൊരു പാത്രം ചൂടാക്കി കുറച്ച് ബട്ടറോ ഗീയോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓവനിൽ വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് ഇപ്പം തണുത്ത് കട്ട് ചെയ്തിട്ട് നല്ല കറക്റ്റ് പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ നല്ല റെഡി ആയിട്ട് കട്ട് ചെയ്യാനും ഇല്ല, നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളി കേക്ക് റെഡിയായി. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ബോണ്ട നമുക്ക് അറിയുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചതിന് ശേഷം ഉടച്ച്, പിന്നെ നമ്മൾ ഉള്ളി, സവാളയാണ്, ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളി എന്ന് വിചാരിച്ചു, സവാള കട്ട് ചെയ്ത് നമുക്ക് ഒന്ന് വഴറ്റി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഞാനൊരു ചെറിയ പീസ് ബോൺലെസ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രഷ് ചിക്കൻ ഇട്ട് കൊടുത്താലാണെങ്കിൽ എല്ലാവരും ഇവിടെ നന്നായിട്ട് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കണം, എന്നാലും ഉപ്പി മക്കളെല്ലാം ബോണ്ട കഴിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ചിക്കനും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇത് മാവ് മൈദപ്പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ യൂസ് ചെയ്ത് മാവ് ഉണ്ടാക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂണ് പച്ചരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിയെല്ലാം ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അത് 2 ടേബിൾ സ്പൂണ് അത് മിക്സ് ചെയ്താൽ നല്ല ക്രിസ്പിയായി ബോണ്ടുണ്ടാവും. നമ്മളിപ്പോൾ നോമ്പ് തുറക്കാനാക്കുന്നുണ്ട്, കുറച്ച് നേരത്തെ ആക്കി വെച്ചാൽ കഴിക്കുമ്പോൾ അതേ നമ്മൾ ഉണ്ടാക്കി അതേപോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സോഫ്റ്റായിട്ട് കഴിക്കാനുള്ള കുറച്ച് വിഷമമല്ലേ. ഇപ്പം ഇങ്ങനെ 2 ടേബിൾ സ്പൂണ് പച്ചരിയും കൂടെ മിക്സ് ചെയ്താൽ നമുക്കെന്താവും, കഴിക്കാനാകുമ്പോൾ അതേ ക്രിസ്പിയോടെ തന്നെ കഴിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ബോണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ, ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂരിയാണ് കേട്ടോ. ഇത് അടിപൊളി ബോണ്ട. അങ്ങനെ നമ്മളെ നോമ്പ് തുറക്കാൻ ആവശ്യമായ ഈ ജ്യൂസ്, സൂപ്പ്, ബോണ്ട, കായ്ക്കുംസി ഇതെല്ലാം റെഡിയായി. കുറച്ച് ഫ്രൂട്ട്സും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ജ്യൂസ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് നോമ്പ്
തുറക്കാൻ ഇഷാസല്ലയിൽ കഴിഞ്ഞിട്ട് വന്നാൽ എന്തേ കഴിക്കണമല്ലോ. അതിന് ഞാൻ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ഇത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്. ഞാൻ മൈദപ്പൊടി തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം ഇപ്പം ഇങ്ങനെ പൂരി ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം മൈദപ്പൊടിനെ കൊണ്ടാണ് പൂരി ഉണ്ടാക്കൽ. വേണമെങ്കിൽ ഇപ്പം ഗോതമ്പ് പൊടിൻ്റെ തന്നെ പൂരി പൊറോട്ട എല്ലാം വരുന്നുണ്ട്. പക്ഷെ മൈദപ്പൊടിയാണ് എന്നെ ശരിക്കും പൂരി ഉണ്ടാക്കാൻ മൈദപ്പൊടിയാണ് നല്ലത്. അതിൻ്റെ ഒരു ഭംഗിയും ഒരു ടേസ്റ്റ്, പൂരിൻ്റെതായ ഒരു ടേസ്റ്റെല്ലാം കിട്ടണമെങ്കിൽ മൈദപ്പൊടിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കണം അല്ലേ. അപ്പം ഞാൻ മൈദപ്പൊടിൻ്റെ കൂടെ നമുക്ക് എണ്ണ പിടിക്കാതിരിക്കാനും പിന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഒരു മൈദപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് റവയും കൂടെ അതിൻ്റെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കങ്ങനെ റവ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് എണ്ണ പിടിക്കാതെയും പിന്നെ ക്രിസ്പി ആയിട്ട് ഇത് കണ്ട. ഞാനിപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കുന്നത്. ആ പൊങ്ങി വന്നത് അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പൊടി എണ്ണയും പിടിച്ചിട്ടില്ല. അങ്ങനെ എണ്ണ പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ റവ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടിക്ക് ഒരു 1/4 കപ്പ് റവയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് റവ ഇട്ടിട്ട് ഫ്രൈ ചെയ്താലാണെങ്കിൽ ഇതുപോലെ തണുത്താൽ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് വരൂലേ, അങ്ങനെ സോഫ്റ്റ് ആവാതിരിക്കുക. ഇതുപോലെ നന്ന ഹാർഡും അല്ല എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്, പൊങ്ങി വന്ന് അതുപോലെ തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ml ഒരു കപ്പ് മൈദപ്പൊടി ഫുള്ള് എടുക്കുന്നുണ്ട്. ഈ കപ്പിൽ ആ മൈദപ്പൊടിക്ക് ഇതാ 1/4 കപ്പ് റവയെന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1/4 കപ്പ് റവ, ഒരു കപ്പ് ഫുള്ള്. ഇനി നമുക്ക് കുറേ വേണമെങ്കിൽ മൈദപ്പൊടി കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം. നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് മൈദപ്പൊടിക്ക് അനുസരിച്ചിട്ട് ഈ റവയും കൂട്ടിയോ കുറച്ചെല്ലാം എടുക്കാം. ഞാനിപ്പോൾ 250 ml 1/4 കപ്പ് റവ, അതും ഒരു കപ്പ് മൈദയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് നന്നായി മിക്സ് ചെയ്ത് അതിൽ തന്നെ ഉപ്പ് ആഡ് ചെയ്യും. പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈറ്റുള്ള ഈ കാസറോള് പോലത്തെ ടൈറ്റുള്ള ചൂട് പോകാത്ത പാത്രത്തിലിട്ടാലാണെങ്കിൽ അതിൻ്റെ ആവി അതിൽ തന്നെ വീണിട്ട് നീരാവിയായിട്ട് സോഫ്റ്റ് ആയി പോരും, നനഞ്ഞ മധുരം. അതുകൊണ്ട് പൂരി ഒരിക്കലും ഈ കാസറോള് പോലത്തെ ഇട്ട് വെക്കാൻ പാടില്ല. ഒരു കാറ്റ് അടക്കാനും അടച്ചു വെക്കാൻ കഴിയുമ്പോഴോ എന്നല്ലെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ആകാനും പാടില്ല. അങ്ങനത്തെ പാത്രത്തിലിട്ടാലാണ് നമുക്ക് തണുത്ത് കഴിഞ്ഞാലും ഒരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഉപ്പ് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ അലിയിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക. വെള്ളം ഫസ്റ്റ് തന്നെ കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ റവയും മൈദയും ഇടുന്ന അളവ് അങ്ങോട്ടും ഇങ്ങോട്ടായി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ആണെങ്കിൽ പിന്നെ നന്നായി ടൈറ്റായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ കുഴക്കണ്ട കേട്ടോ. റവ ഇടുന്നതുകൊണ്ട് തന്നെ ഈ റവ വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാക്കിയിട്ട്, നന്ന ലൂസാക്കണ്ട എന്നാലും പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് പോലെ ആദ്യം തന്നെ ടൈറ്റ് ആക്കിയിട്ട് കുഴക്കണ്ട. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് ഞാൻ കാണിച്ചത് ഇപ്പോൾ ലാസ്റ്റ്. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ പരത്താൻ നേരത്ത് ഇത് കണക്കായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടാവും, പൊടിയൊന്നും ഇടേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് നമുക്ക് കുഴച്ചിട്ട് ഇത് അടച്ച് വെക്കാം. ഒരു 5-10 മിനിറ്റോ സമയം അടച്ചു വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കേട്ടോ അടച്ചു വെച്ചിട്ട്. ഇപ്പം കണ്ട ഇതുപോലെ കുഴച്ച് ഇത് കൈക്ക് ഒട്ടിപ്പിടിക്കുന്ന വിധത്തിലാണ് ഞാൻ കുഴച്ചിട്ടില്ല. ഇതൊരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് ടൈറ്റ് ആയിട്ട് വരും. നമ്മൾ റവ ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട്. അങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വാങ്ങിയതുണ്ടായിന്, അത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇതിൻ്റെ തണ്ടെന്നെല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഇങ്ങനെ ഇട്ട് വെച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിയിട്ട് അരിപ്പയിലോ മറ്റിട്ട് വെള്ളം നന്നായി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് എന്താക്കാം, ഒരു ബോക്സിൽ നന്നായി ഡ്രൈ ആണ്. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റോടെ വെച്ചാൽ പിന്നെ 1-2 ദിവസം കേടാവാതെ വെക്കും. ഈ കഴുകിയിട്ട് വെള്ളം കളയാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോകും. അതുകൊണ്ട് നന്നായി വെള്ളം കളഞ്ഞ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു ബോക്സിലിട്ടിട്ട്
പിന്നെ ബോക്സിലിടുന്നതിന് മുമ്പ് ഒരു ടിഷ്യൂ പേപ്പർ ആദ്യം വിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ക്ലീനില്ല ഒരു കോട്ടൺ ക്ലോത്ത് ആയാലും മതി കേട്ടോ. വിരിച്ചു കൊടുത്തതിന് ശേഷം ഈ കറിവേപ്പില വെള്ളമില്ലാതെ ഇട്ട് അതിൻ്റെ മേലൊരു ടിഷ്യൂ പേപ്പർ വിരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ആഴ്ച കേടാവാതെ നിൽക്കും. ഫസ്റ്റ് കഴുകണ്ട, ഫസ്റ്റ് വെള്ളമൊഴിച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ പൊടി കണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് വലിയ വലിയ ഉരുളകളാക്കി കട്ട് ചെയ്ത് പരത്തിയതിന് ശേഷം നമുക്കൊരു ചെറിയ പാത്രം അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരടപ്പോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ ഉരുളകളാക്കൂല. ഇത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചെറിയൊരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ ഉരുളകളാക്കി അതുപോലെ തന്നെ പരത്തിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലാണ് സാധാരണ. എന്നാൽ പിന്നെ ഇതുപോലെ വലിയ വലിയ ഉരുളകളാക്കി പരത്തി കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ബാക്കി വരില്ലേ, ഈ ചെറിയ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് പിന്നെ വീണ്ടും കുഴച്ച് വീണ്ടും പരത്തി അങ്ങനെ ലാസ്റ്റത്തെ മാവ് ഭയങ്കര ഹാർഡായിരിക്കും പരത്താൻ. അതും നല്ല പണിയല്ലേ. ഇതുപോലെ ഞാൻ ചെയ്യുന്ന മാതിരിയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം ഞാൻ പരത്തിയിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നത് ഒരു പാത്രം വെച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ ഉരുളകളാക്കി പരത്തി അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പിൽ പരത്തിയാൽ മതി ശ്രദ്ധിച്ചിട്ട്. ഇതുപോലെ കട്ട് ചെയ്താൽ ബാക്കി വരുന്നത് ഭയങ്കര ഹാർഡായിരിക്കും ലാസ്റ്റ് പരത്താൻ. ഞാൻ ചെയ്യില്ല. അങ്ങനെ നമ്മൾ നന്നായി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് വണ്ണത്തിൽ പരത്തിയാലാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. തിന്നായിട്ട് പരത്തുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും, കഴിക്കാനെല്ലാം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ കുറച്ച് വണ്ണത്തിൽ പരത്തിയിട്ട് ചൂടായ എണ്ണയിലിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഫ്രൈ ചെയ്തെടുക്കുക, തിരിച്ചും മറിച്ചും ഇട്ടിട്ട്. ഇങ്ങനെ നല്ല പൂരി, അടിപൊളി പൂരി. ഈ പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പൊങ്ങി വന്ന് തണുത്താലും അതുപോലെ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ തണുക്കുമ്പോൾ. റവ ചേർക്കുന്നതുകൊണ്ടാണെങ്കിൽ ഇതുപോലെ തണുത്താലും നമുക്കിതുപോലെ തന്നെ ഒരു പൊടി എണ്ണയും പിടിക്കൂല. എന്നാലാണെങ്കിൽ തണുത്താൽ ഇതന്നെ സോഫ്റ്റ് ആവാണ്ട് കഴിക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ നോമ്പിൻ്റെ മുഹറം 10 നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. മുഹറം 9 വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം മുഹറം 10 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ കുഴപ്പമുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പം കമൻറ്റിലൂടെ അറിയിക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്നിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഇങ്ങനെ നമ്മളെ കറിവേപ്പില വെച്ചിട്ടില്ലേ 1/2 മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ. ഒരു പാത്രത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുക. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇത് ഉണക്കാം. ഒരു വെള്ളം പോകാൻ വേണ്ടി ഒരു അരിപ്പയിൽ, ഇത് അരിപ്പയിലാണ് ഇടുന്നത് കേട്ടോ. ഈ അരിപ്പയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നന്നായി വെള്ളം പോയതിന് ശേഷം നമുക്കൊരു ബോക്സിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്, മഅസ്സലാമ, താങ്ക് യു.